മേസ്തിരി നാളെ ഞാൻ ലീവാട്ടാ. എന്താ വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് വാക്ക് കൊടുത്താണ് വെക്കേഷൻ ആയതുകൊണ്ട് ബീച്ചിൽ കൊണ്ടുപോകാന്ന്. ചിലക്കാതെ അങ്ങോട്ട് നടക്കുക, അല്ലെങ്കിൽ തന്നെ അരമണിക്കൂർ നേരം വൈകി. അതിന് മേസ്തിരി ഞാനല്ലല്ലോ, നിങ്ങളെന്നല്ലേ നേരം വെക്കുന്നത്. ഞാൻ രാവിലെ നേരത്തെ ഒന്നുകില്ലേ. പിന്നെ ആ കുട്ടികളെ ഞാൻ വെക്കേഷനിൽ കൊണ്ടുപോകാൻ വാക്ക് കൊടുത്ത മേസ്തിരി പ്ലീസ്. ഞാൻ നാളെ ലീവാണ് മേസ്തിരി, പ്ലീസ് മാസ്റ്ററെ. ആ തന്തപ്പ് മുന്നേ തന്നെ ഉണ്ട്, അയാളെ ചൊറഞ്ഞ് വേറെ ഉണ്ടാവും. ആ മുതലാളി നിങ്ങളെപ്പോഴെത്തി? നിങ്ങൾ ഇങ്ങോട്ട് എത്തിയാ ഞാൻ അങ്ങോട്ട് വിളിച്ചാ നിക്കേ. അതിന് ഈ ചെങ്ങായി വരാൻ നേരം വൈകിയതാ. ഇവനിപ്പൊ കുറച്ച് കളി ഓടിയിക്കണ്. നിങ്ങൾ നേരം ബെഗീനല്ല, മോൻ ഇന്നലെ വിളിച്ചിരുന്നു. പെരപ്പണി തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞു. അതെന്ത് വർത്താനം മുതലാളി നിങ്ങൾ ഈ പറയണത്? ഇത് ഒരു ഭാഗം തേച്ച് ഒരു ഭാഗം തേച്ചില്ല, എങ്ങനെ എവിടെയെങ്കിലും പണി നിർത്തിയേക്കലുണ്ടോ? ഇത് നമ്മക്കൊരു മോശത്തരല്ലത്. അതിനിപ്പോ എത്ര കുട്ടി ഞമ്മള് കാട്ടിന്? ഈ യുദ്ധം കാരണം എന്റെ കുട്ടീന്റെ കച്ചവടമൊക്കെ പറ്റ അവതാളത്തിൽ കെടുക്കാണെന്ന്. ഈ മാസത്തെ വാടക പോലും ഓനക്ക് ഒത്തിട്ടില്ലല്ലോ. പണിക്കാർക്ക് കൂലി കൊടുക്കാനും കൂടി ഇല്ല എന്നാ പോവാൻ പറയണേ. അതിങ്ങനെ ശരിയാ ഒന്നും പറയാൻ പറ്റൂല. എനിക്ക് നാളെ കുട്ടികളെ കൊണ്ട് കോഴിക്കോട് ബീച്ച് കൊള്ളാം. അന്റെ ഒരു ബീച്ച് ഇവിടെ മനുഷ്യന്റെ കഞ്ഞികൂടി മുട്ടണ നേരത്തെ അന്റെ ഒരു ബീച്ച്. നിങ്ങൾ ഞൈമ കച്ചറ ഉണ്ടാക്കല്ലേ പേര് തണലത്തേക്കാണ് പേര്. യുദ്ധം അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ നമ്മളൊക്കെ വിചാരിച്ചു അത് ഇറാനിലല്ലേ, അമേരിക്ക അല്ലേ, ഇസ്രായേലല്ലേ എന്നൊക്കെ. ആദ്യം നമ്മളെ ഗ്യാസ് കണ്ട് മുട്ടിയില്ലപ്പോ ഇനിയിപ്പോ അതാ നമ്മളത് പെട്രോൾ നിൽക്കാൻ പോവാണ്. എന്താ ഇപ്പൊ ഈ അവസ്ഥയിൽ പോയാൽ ഇതിങ്ങനെ നീണ്ടു പോയാല് ഒന്നും നോക്കണ്ട, നമ്മളെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തകരും. അങ്ങനെ തകർന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാ നമ്മളെ കഞ്ഞിമുടി മുട്ടാൻ വേറെ എത്തെങ്കിലും പാടാ. ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മളൊന്നും ബാധിക്കൂലെന്ന്. ഇപ്പൊ ഇവിടെ ഉള്ള ജോലിനൊക്കെ ബാധിച്ചു തുടങ്ങിയില്ലേ. ഇപ്പൊ അതാ നമ്മളെ അടുക്കളയിലേക്കും കൂടി ഇത് എത്താൻ പോവാണ്. ഇപ്പത്തെ ഈ ആർഭാട ജീവിതമൊക്കെ നമ്മളൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പട്ടിണി പായേരും ഈക്കാരം. നമ്മൾ ഇപ്പൊ തന്നെ ആകൊന്ന് ജാഗ്രത ആവാൻ ഞാണ്ടല്ലോ. എനിക്കറിയില്ല അതെല്ലാം കൂടി എങ്ങോട്ടാ പോണ് എന്നുള്ളത്. പടച്ചോനോട് പ്രാർത്ഥിച്ച അല്ലാതപ്പം അതിലൊരു ബജ്ജു ഞാൻ കാണുന്നില്ല. അല്ല മേസ്തിരി ഇനിയിപ്പൊ ആരെങ്കിലും പണി ഇവിടെ തന്നെ കിട്ടുമോ? പട്ടിണി എടുക്കുക.